തിരുവചനം തിരുവചനം. നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഏറെ സങ്കടങ്ങളുടെ നടുവിലൂടെയാണ് ഞങ്ങളുടെ ജീവിതങ്ങൾ കടന്നു പോകുന്നത്. അപ്പോഴും ഞങ്ങൾക്ക് അഭയമായി, അത്താണിയായി, പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ദൈവമായി നീ ചാരത്തുണ്ട് എന്ന പ്രത്യാശയിൽ, ശരണബോധത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം നമുക്കേറെ പരിചയമുള്ളതാണ്. പല ആവർത്തി വായിക്കുകയും ധ്യാനിക്കുകയും ഞായറാഴ്ച പ്രസംഗങ്ങളിലൂടെ കേട്ട് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള, പ്രത്യേകിച്ച് അങ്ങനെ വലിയ പുതുമയൊന്നുമില്ലാത്ത, നമ്മളെ അങ്ങനെ എക്സൈറ്റ് ചെയ്യാൻ മാത്രം, അത്ഭുതപ്പെടുത്താൻ മാത്രം ഒരു പുതുമയുള്ള ഒരു സുവിശേഷ ഭാഗമല്ല. കാരണം നമുക്ക് പരിചയമേറെയുണ്ട്, ഏറെ അടുത്ത് നമ്മൾ ഇടപെട്ടിട്ടുള്ള, കേട്ടിട്ടുള്ള വചനഭാഗമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. ബൈബിളുള്ളവർ അതെടുത്ത് വയ്ക്കുക. ബൈബിളുള്ളവർ ഈ പുസ്തകം ഇടയ്ക്കൊന്ന് കയ്യിലെടുക്കാൻ, തുറക്കാൻ, ഒന്ന് വായിക്കാൻ ഒരു മടിയും വിചാരിക്കേണ്ട. അതൊരു പ്രിവിലേജാണ്, അത് നമുക്ക് കിട്ടിയിരിക്കുന്ന അവകാശമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ബൈബിൾ എടുക്ക്, കയ്യിൽ പിടിക്ക്, തുറക്ക്, എൻ്റെ കൂടെ വായിക്ക് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ പുസ്തകവുമായിട്ട് കൂടുതൽ പരിചയം വരണമെന്നേ. ഈ ഗ്രന്ഥവുമായിട്ട് നമ്മൾ അടുക്കും തോറും നമ്മൾ ഈശോയെ കുറച്ചുകൂടെ മിഴിവോടെ കാണാൻ പഠിക്കും. അതുകൊണ്ട് ബൈബിൾ എടുക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ ഈശോ ബർത്തിമയോസിന് കാഴ്ച നൽകുന്ന ഭാഗമാണ്. ജെറീക്കോയിലെ അന്ധയാചകനെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ്. അറിയാം, നമുക്ക് വായിക്കാം. വായന ശ്രദ്ധയോടെ കേൾക്കാം. നിങ്ങളും എൻ്റെ കൂടെ വായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. അവർ ജെറീക്കോയിലെത്തി. അവൻ ശിഷ്യരോടും വലിയ ഒരു ജനാവലിയോടും കൂടെ ജെറീക്കോ വിട്ടു പോകുമ്പോൾ തിമയോസിൻ്റെ പുത്രനായ ബർത്തിമയോസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. നസ്രായനായ യേശുവാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. അവൻ പുറംകുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച കിട്ടണം. യേശു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയമുള്ളവരെ, ഈ സുവിശേഷ ഭാഗം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ധ്യാനിക്കുന്നത് ഏറെ അനുകരണീയമാണ്. കാരണം ജെറീക്കോയിലെ അന്ധയാചകനെ പോലെ നമ്മളുമൊക്കെ നിസ്സഹായതയുടെ പാരമ്യങ്ങളിൽ ജീവിക്കുകയാണ്. അത് ചുറ്റുപാടും നടക്കുന്ന സംഭവങ്ങൾ, നമ്മുടെ തന്നെ വ്യക്തിപരമായ ദുഃഖ ദുരിതങ്ങൾ ഒക്കെ അതിന് കാരണമാകാം. നിസ്സഹായരാണ് മനുഷ്യൻ. അത് വീണ്ടും വീണ്ടും ഓരോ സമയങ്ങളിലും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മളൊക്കെ. എന്തൊക്കെയോ ആണെന്ന് ധരിച്ചു. നമ്മുടെ അധ്വാനങ്ങളുടെ, നമ്മുടെ സമ്പാദ്യങ്ങളുടെ ഈ സുരക്ഷിത കോട്ടയ്ക്കുള്ളിൽ ഞാൻ എന്നും സുരക്ഷിതനായിരിക്കുമെന്ന് ധരിച്ചു. പക്ഷേ ഒന്നുമല്ല, നിസ്സഹായനാണ്, ബലഹീനനാണ് എന്നൊക്കെ നമ്മളിത് ഓരോ ദിവസവും വീണ്ടും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നേരത്ത് ഈ സുവിശേഷ ഭാഗത്തിന് കുറേ കൂടി അർത്ഥമുണ്ട്, കുറേ കൂടെ ധ്യാനിക്കാൻ യോഗ്യമാണിത്. അതുകൊണ്ട് നമ്മൾ ധ്യാനിച്ചു പോകുന്നതുണ്ടല്ലോ, ഈ അന്ധയാചകൻ ഈശോയിലേക്കെത്തി അനുഗ്രഹം പ്രാപിച്ചതിൻ്റെ 7 പടികളാണ്, 7 സ്റ്റെപ്സ് ഓഫ് ഗ്രോത്ത്,
വളർച്ചയുടെ 7 പടികൾ, 7 ഘട്ടങ്ങൾ. മുമ്പ് പണ്ടൊരിക്കൽ നമ്മൾ ഇതുപോലെ 7 പടികൾ ധ്യാനിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ 10 കുഷ്ഠരോഗികൾ ഈശോയുടെ അടുക്കൽ സൗഖ്യത്തിനായി കേണപേക്ഷിച്ചു. ഒരാൾ വന്ന് നന്ദി പറഞ്ഞു. ഇതിനെ നമ്മൾ 7 പടികളായിട്ട് റീസ്ട്രക്ചർ ചെയ്ത് ധ്യാനിച്ചായിരുന്നു. അതുപോലെ ഇവിടെ നമ്മൾ 7 പടികളായിട്ട് ഇതിനെ ധ്യാനിക്കുകയാണ്. ഒന്നാമത്തെ പടി ഇത് ജെറീക്കോയിലാണ് ഈ ബർത്തിമയോസ് യാചിക്കാനായി വന്നിരുന്ന സ്ഥലം. ജെറീക്കോ, അതിൻ്റെ പ്രത്യേകത, ജെറീക്കോ പട്ടണത്തിൻ്റെ പ്രത്യേകത 17 മൈൽ അപ്പുറത്താണ് ജെറുസലേം. അത് പെസഹ തിരുനാളിൻ്റെ കാലമായിരുന്നു. അപ്പോൾ ലോകത്തുള്ള പല മനുഷ്യർ, ഒരുപാട് ദേശങ്ങളിൽ നിന്ന് മനുഷ്യർ വന്നിട്ട് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്നത് ഈ ജെറീക്കോയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ജെറീക്കോയിൽ വന്നിരിക്കാൻ ഇദ്ദേഹത്തിനത് പ്രേരണയായിട്ടുണ്ടായിരിക്കണം. ഒരുപാട് കളക്ഷൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി ഈശോ ജെറീക്കോയിൽ ഉണ്ടെന്ന് ഈ ബർത്തിമയോസ് കേട്ടിരിക്കണം. അതുകൊണ്ട് ഇവിടെ ഈ പരിസരത്തിരുന്നാൽ നസറായന ഈശോയെ ഒന്നറിയാൻ, അവൻ്റെ അടുത്തേക്ക് എത്താൻ, ചിലപ്പോൾ ഒരു അനുഗ്രഹം കിട്ടാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞ് അവനെ തന്നെ ഈശോയുടെ പ്രസൻസിൻ്റെ അടുത്തേക്ക്, ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ അടുത്തേക്ക് അവനെ തന്നെ കൊണ്ട് ഇരുത്തിയതാകാനും സാധ്യതയുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈശോ ഉള്ള ഇടങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് മാറ്റി നിർത്തണം. ഈശോ ഇപ്പോൾ സംലഭ്യനാണ്. ഹീസ് അവൈലബിൾ. ഈശോ സംലഭ്യനായ സാഹചര്യങ്ങളുണ്ട്. എല്ലായിടത്തും ദൈവമുണ്ട്. അത് സംശയമില്ല. അതിനെക്കുറിച്ച് യാതൊരു സംശയം വേണ്ട. അതായത് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഉടനെ ചില കാരണവന്മാർ ചോദ്യമുണ്ട്. എന്താ ചോദിക്കുന്നത്? പള്ളി മാത്രമേ ദൈവമുള്ളോ? വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച എന്താ കുഴപ്പം? ഞാൻ ഈ ജോലിക്ക് പോകുന്ന വഴിക്ക് ബസ്സിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ചുമ്മാതാ. എന്നാലും അങ്ങനെ അങ്ങ് പറഞ്ഞു കളയും, പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അതുപോലെ എന്തിനാ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നത്? അതിനുള്ള ഉത്തരം ലളിതമായിട്ട് പറഞ്ഞു തരാം. ചേട്ടത്തിമാർ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ചേട്ടന്മാർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. എല്ലായിടത്തും ദൈവമുണ്ട്, പക്ഷെ എല്ലായിടങ്ങളും ദൈവീകമല്ല. വ്യത്യാസം ശ്രദ്ധിക്കണം. എല്ലായിടത്തും ദൈവമുണ്ട്, പക്ഷെ എല്ലായിടങ്ങളും അത്രയൊന്നും അങ്ങോട്ട് ദൈവീകമല്ല. നമ്മൾ കളങ്കപ്പെടുത്തിയ ഇടങ്ങളുണ്ട്, അവിടെ അത്ര ദൈവികമായ ഇടങ്ങളെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈശോ കുറേ കൂടി സംലഭ്യനായ ഇടങ്ങളുണ്ട്. ആ ഇടങ്ങളിലേക്ക് നമ്മളെ തന്നെ മാറ്റി നിർത്തണം. അത് നമ്മുടെ ഇടവക ദേവാലയമാകാം, ഒരു പ്രാർത്ഥനാ ശുശ്രൂഷ നടക്കുന്ന സ്ഥലമാകാം, അല്ലെങ്കിൽ അങ്ങനെ സമയങ്ങളുണ്ട്. ദൈവം കുറേ കൂടെ സംലഭ്യനാകുന്ന സമയങ്ങൾ നമ്മുടെ ഇടവകയിലെ വാർഷിക ധ്യാനം നടക്കുന്ന സമയമാകാം. കുറേ കൂടെ സംലഭ്യനാണ്. ജീസസ് ഈസ് മോർ അവൈലബിൾ ദെയർ. കുറേ കൂടെ നമുക്ക് കിട്ടും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിലേക്ക്, സമയങ്ങളിലേക്ക്, സ്ഥലങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് മാറ്റി നിർത്തണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 6-ാം വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55:6. ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ഇവിടെ നമുക്ക് വായിക്കാൻ പറ്റും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55:6. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ, ദേ അടുത്തുണ്ട്, ഇപ്പോൾ തന്നെ അന്വേഷിക്കുക. അവിടുന്ന് അരികെ ഉണ്ട്, ഇപ്പോൾ വിളിക്കുക. ഇതാണ് കൃത്യം. അപ്പം ടൈമിങ് കൃത്യമാക്കണം. അപ്പം ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് ഈശോ സംലഭ്യനാകുന്ന ഇടങ്ങളിലേക്ക്, സമയങ്ങളിലേക്ക് നമ്മളെ തന്നെ മാറ്റി നിർത്തണം. ഇതാണ് ജെറീക്കോയിലെ അന്ധയാചകൻ്റെ ഈശോയിലേക്കുള്ള യാത്രയുടെ ആദ്യത്തെ പടി. രണ്ടാമത്തെ പടി നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടു. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 46-52 നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്. 47-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. ബൈബിൾ അടച്ചു വെച്ചോ, ബൈബിൾ തുറന്നു പിടിച്ചു. ബൈബിൾ തുറന്നിട്ട് 47-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നസറായന യേശുവാണ് കടന്നു പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ. എങ്ങനെ അറിഞ്ഞു? ഈ അന്ധയാചകൻ എങ്ങനെ അറിഞ്ഞു? അവൻ കണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ്? കേട്ടു. നസറായന ഈശോയാണ് കടന്നു പോകുന്നതെന്ന് അവൻ കേട്ടു. ആ കേൾവി അവൻ വിശ്വസിച്ചു. പ്രിയമുള്ളവരെ, അടുത്ത പടി എന്താണെന്നറിയാമോ? കേൾവിയാണ് വിശ്വാസത്തിൻ്റെ ആരംഭം. അതിനെ അങ്ങനെ തന്നെ അങ്ങ് മനസ്സിലാക്കണം, അതങ്ങ് വിശ്വസിക്കണം. കേൾവിയാണ്, കാഴ്ചയല്ല. കേൾവിയാണ് വിശ്വാസത്തിൻ്റെ ആരംഭം. നമ്മളൊക്കെ കുഞ്ഞുനാളിൽ കേട്ടല്ലേ വിശ്വസിച്ചത്? നമ്മുടെ അപ്പനമ്മയെ പറഞ്ഞു തന്നു, ഈശോ അമ്പാട്ടി എന്ന് പറഞ്ഞു തന്നു. അതാണ് ഈശോ അമ്പാട്ടി, കുരിശ് വരയ്ക്ക് എന്ന് പറഞ്ഞു തന്നു, കേട്ടു. പള്ളിയിൽ പോയപ്പം അച്ഛന്മാരും കന്യാസ്ത്രീയമ്മമാരും സൺഡേ സ്കൂൾ ടീച്ചേഴ്സും ഒക്കെ ഈശോയെക്കുറിച്ച് പറഞ്ഞു തന്നു, കേട്ടു.
അങ്ങനെ കേട്ട് കേട്ട് കേട്ടാണ് നമ്മൾ വിശ്വാസത്തിൽ പിച്ച വെച്ച് തുടങ്ങിയത്. അതിൻ്റെ അങ്ങേ തലക്കിലാണ് കാഴ്ച, ദൈവദർശനം. അതുകൊണ്ട് ആദ്യം സംഭവിക്കുന്നത് കേൾവിയാണ്. കേൾവിയിൽ വിശ്വസിക്കണം. ഇപ്പോഴത്തെ തലമുറയുടെ പ്രശ്നം കേൾക്കുന്നതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ മനസ്സില്ല. അങ്ങനെ കേട്ടോണ്ടൊന്നും ആയില്ലെന്നേ, കേട്ടോണ്ടൊന്നും പോരാ, ഞാൻ കാണണം. ശാഠ്യം പിടിക്കാതെ, തിരക്ക് കൂട്ടാതെ, സാവകാശം കേട്ടതൊന്ന് വിശ്വസിക്കുക, കേട്ടതൊന്ന് വിശ്വസിക്കുക. എന്നിട്ട് ആ കേട്ടതിൽ വിശ്വസിച്ച് യാത്ര തുടങ്ങുമ്പോൾ അതിൻ്റെ അങ്ങേ തലയ്ക്കൽ അവൻ ഇരിപ്പുണ്ട്, കാണാൻ പറ്റും. തിരക്ക് കൂട്ടരുത്. അപ്പോൾ രണ്ടാമത്തെ പടി എന്താണ്? കേൾവിയാണ് വിശ്വാസത്തിൻ്റെ ആരംഭം. ഒന്നാമത്തത് എന്തായിരുന്നു? ഈശോ സംലംഭ്യനാകുന്ന ഇടങ്ങളിലേക്ക് നമ്മളെ തന്നെ മാറ്റി നിർത്തണം. 2, കേൾവിയാണ് വിശ്വാസത്തിൻ്റെ ആരംഭം. കേൾക്കാൻ മനസ്സ് കാണിക്കണം. അപ്പോൾ ഒരുപാട് ബഹളങ്ങളുണ്ട് കേട്ടോ. ഈ കേൾക്കാൻ മനസ്സ് കാണിക്കുക പറഞ്ഞാൽ എളുപ്പമല്ല. ഒരുപാട് ബഹളങ്ങളുണ്ട് ചുറ്റോട് ചുറ്റും. ഒരുപാട് സ്വരങ്ങൾ കിടന്നങ്ങ് മുഴങ്ങുകയാണ്, മാറ്റൊല്ലി കൊള്ളുകയാണ്. ഇതിനകത്ത് നിന്ന് നേരറിവിൻ്റെ സ്വരങ്ങളെ വേർതിരിച്ചെടുത്ത് കേട്ട് മനസ്സിലാക്കി വിശ്വാസത്തിൻ്റെ യാത്രയ്ക്ക് ആരംഭം കുറിക്കാൻ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വകതിരിവ് കിട്ടണം, ആത്മാവിൻ്റെ വിവേകം കിട്ടണം. എന്നാലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വല്ല വഴിക്കുമൊക്കെ പോയി കളയും. അതുകൊണ്ട് നന്നായിട്ട് കേൾക്കാൻ അത് പഠിക്കണം. നമ്മൾ പ്രാർത്ഥിക്കണം ആ വരം കിട്ടാൻ വേണ്ടി. കർത്താവെ, നല്ലത് കേൾക്കാൻ കൃപ തരണമേ, വിശ്വാസത്തിൻ്റെ പാഠങ്ങൾ കേൾക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ടോ മൂന്നാമത്തതുണ്ടല്ലോ, മൂന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത്, ആദ്യം അവൻ അവിടെ ഇരുന്നു, ഈശോയെ കാത്തിരുന്നു. 2, അവൻ കേട്ടു. മൂന്നാമത്തത്, ആ കേട്ടത് വെച്ച് ഇവനങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. പരസ്യമായ ഏറ്റുപറച്ചിലാണ്. പിന്നെ ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ, എന്നോട് കരുണ തോന്നണമേ. 47-ാമത്തെ വാക്യം നോക്കുകയെ, 2-ാം ഭാഗം, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ഇത്രയും പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? തൊട്ട് മുമ്പ് കേട്ട കാര്യങ്ങളിൽ നിന്ന് അവനൊരു പ്രാർത്ഥനയങ്ങ് ഉണ്ടാക്കുകയാണ്. ഈ ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്നുള്ളത് ഒരു പെർഫെക്റ്റ് പ്രെയർ ആണോ? തിയോളജിക്കലി അത് അങ്ങേയറ്റം ശരിയാണോ? ഈശോയെക്കുറിച്ചുള്ള ധാരണകൾ അവിടം കൊണ്ട് അത്രയൊക്കെ ഉള്ളോ? അല്ല, അങ്ങനൊന്നും അല്ല. അത് പോരാ. ശരിക്കും നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കോ. നമ്മൾ ഉടനെ വിധിക്കരുത്. അത്രയല്ല, ഈശോയെക്കുറിച്ചുള്ള കൃത്യമായ അറിവൊന്നും അല്ല പ്രാർത്ഥന. ഈശോ അത്രയും അല്ല, അതിലും അപ്പുറത്ത് ഈശോ ഉണ്ട്. പക്ഷേ ഇവന് കിട്ടിയ അറിവ് വെച്ച് ഇവനങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. അതാണ് വിശ്വാസ ജീവിതത്തിലെ എളിമയുടെ പ്രാർത്ഥന. അതായത് എനിക്ക് ഈശോയെക്കുറിച്ച് ഇത്രയും മനസ്സിലായി, ആ അറിവ് വെച്ച് ഞാനങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. നമ്മുടെ പ്രശ്നം, ഇപ്പോഴത്തെ പ്രശ്നം, മുഴുവൻ അറിഞ്ഞിട്ടേ പ്രാർത്ഥിക്കത്തുള്ളൂ. അങ്ങനെ ഇങ്ങനെയൊന്നും എന്നെ പ്രാർത്ഥിക്കാൻ കിട്ടത്തില്ല. മുഴുവൻ അറിയട്ടെ, മുഴുവൻ മനസ്സിലാക്കട്ടെ, അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. ഇത് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടല്ലോ. ചെറിയ കൂട്ടായ്മകളിലൊക്കെ ഒരുമിച്ചിരുന്ന് ദിവ്യകാരുണ്യ ആരാധനയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ പ്രാർത്ഥനാ സെഷനായിരിക്കാം. നമുക്ക് സ്വയം പ്രേരിത പ്രാർത്ഥന ചൊല്ലാമെന്നൊക്കെ പറയുമ്പോൾ ഈ സാധുക്കളാണ് ഉടനെ പ്രാർത്ഥിക്കുന്നത്. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ദൈവശാസ്ത്ര പൂർണ്ണതയൊന്നും ഉണ്ടാകില്ല. അതുങ്ങളുടെ സാധാരണ വിശ്വാസത്തിൽ നിന്ന് അവരോരോ പ്രാർത്ഥന അങ്ങ് ചെല്ലുകയാണ്. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഞങ്ങളങ്ങ് ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു എന്നൊക്കെ അവസാനിക്കുമാറ് അവരൊരു പ്രാർത്ഥന അങ്ങ് ചെല്ലും. പക്ഷേ ഒരു അറിവ് അങ്ങോട്ട് കൂടിയവർക്ക് പറ്റില്ല. കാരണം ഒരു തെറ്റും വരുത്താതെ കൃത്യം തിയോളജിക്കൽ പെർഫെക്ഷനിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ പറ്റുന്നത് എന്താ? പ്രാർത്ഥന നടക്കില്ല. ഇവിടെ ഈ ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് അന്തയാചകൻ നിലവിളിച്ചപ്പോൾ അതിന് കാരണമായത് കിട്ടിയ അറിവ് വെച്ച് എളിമയോടെ അവനങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. സങ്കീർത്തനം 61:2, സങ്കീർത്തനം 61-ാം സങ്കീർത്തനം 2-ാം വാക്യം, ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. ആ ഭാവമാണ്, ഞാൻ നിസ്സഹായനാണ്. കർത്താവേ, എനിക്ക് അനുഗ്രഹം കിട്ടിയേ പറ്റൂ. ഞാൻ അങ്ങേയറ്റം തകർന്നിരിക്കുകയാണ്. എനിക്കൊരു കാര്യം അറിയാം, ഞാൻ തകർന്നിരിക്കുകയാണ്. 2, നിനക്ക് എന്നെ നേരെ നിർത്താൻ പറ്റും. എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. ഇതാണ് പ്രാർത്ഥന. എന്നെക്കൊണ്ട് പറ്റില്ല ആ പാറ വരെ എത്താൻ. എനിക്ക് അപ്രാപ്യമായ ആ പാറയിൽ, സുരക്ഷിതത്വത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ ആ പാറയിലേക്ക് നീ എന്നെ ഒന്ന് കയറ്റി നിർത്തണമേ. ഇതാണ് സങ്കീർത്തനം 61:2. അതുതന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ഭാവമായിട്ട് മാറേണ്ടത്, അത് നിലവിളിയായിട്ട് മാറേണ്ടത്. അപ്പോൾ അന്തയാചകൻ ആ 3-ാമത്തെ ഘട്ടം വരെ എത്തുകയാണ്. 3 പടികൾ അവൻ കയറിക്കഴിഞ്ഞു. ഒന്നാമത്, അവൻ അവനെ തന്നെ ഈശോയുടെ ഇടത്തിലേക്ക് മാറ്റി നിർത്തി. 2, അവൻ കേട്ടത്, ഈശോയെക്കുറിച്ച് കേട്ട കാര്യങ്ങൾ അവൻ എളിമയോടെ വിശ്വസിച്ചു. 3-ാമത്തത്,
ആ കേട്ടത് വെച്ച് അവൻ പ്രാർത്ഥന അങ്ങ് തുടങ്ങി. കേട്ട കുഞ്ഞു കുഞ്ഞു അറിവുകൾ വെച്ച് അവൻ നിലവിളിക്കാൻ തുടങ്ങി. കാരണം അവൻ ആവശ്യക്കാരനാണ്, അനുഗ്രഹം കിട്ടിയേ പറ്റൂ. അവൻ പ്രാർത്ഥിച്ച് തുടങ്ങി. നാലാമത്തെ പടി എന്ന് പറയുന്നത് ഇനിയാണ് ടെൻഷൻ ഉണ്ടാകാൻ പോകുന്നത്. നമ്മൾ വിശ്വാസ വഴിയിലേക്ക്, നിങ്ങളൊക്കെ ഒരു പക്ഷേ ഇവനെ കേട്ടുകൊണ്ടിരിക്കുന്നത് പലരും എനിക്കറിയാം ആത്മീയ നവീകരണത്തിലേക്ക് അല്ലെങ്കിൽ പ്രാർത്ഥനയിലേക്ക് വലിയ തീക്ഷ്ണതയിലേക്കൊക്കെ വന്നവരായിരിക്കണം, കുറേ പേരെങ്കിലുമൊക്കെ. അപ്പോൾ നിങ്ങളൊക്കെ ഇത്തരം ഒരു സ്ട്രഗിളിലൂടെ, ഒരു സംഘർഷത്തിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. എങ്ങനെയാണത്? നമ്മളൊന്ന് പ്രാർത്ഥനയിലേക്ക് വരുമ്പോൾ, ഈശോയിലേക്ക് കുറെ കൂടെ അടുക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോഴൊക്കെ നമുക്ക് തടസ്സങ്ങളുണ്ടാകും. അതായത് സുവിശേഷത്തിൽ പലയിടത്തും നമ്മൾ വായിക്കുന്നതാണ്. ഇവിടെ ഈ അന്ധയാചകൻ, അവൻ ദയനീയമായിട്ട് മറ്റൊരു ഉദ്ദേശവും ഇല്ല, അവന് ഈശോയിൽ അനുഗ്രഹം വാങ്ങിക്കണം, ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ആ ഉദ്ദേശത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എതിർപ്പാണ്. മിണ്ടാതിരിക്കുക, ശല്യം ഉണ്ടാക്കാതിരിക്കുക, അടങ്ങിയിരിക്കുക, മിണ്ടാതിരിക്കുക. അതൊരു നെഗറ്റീവ് പുള്ളാണ്, നമ്മളെ പുറകിൽ നിന്ന് വലിക്കുകയാണ്. ഇതൊരു പക്ഷേ നമ്മുടെ ഉള്ളിൽ നിന്ന് വരും, നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു നെഗറ്റീവ് പുൾ വരും. ഇങ്ങനെ പിൻവലിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നും, വെറുതെ കാര്യമില്ല, ഇതിനൊന്നും ആവശ്യമില്ല, ഇവിടെ തന്നെ ഇരിക്കാം, ഇവിടെ ഇരുന്ന് കിട്ടുന്ന ചിലറേയും കൊണ്ട് ഇവിടെ തന്നെ ജീവിച്ച് പോയാൽ മതി, എന്തിനാ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്, ഇടിയും ബഹളം അവിടെ, അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല എന്ന് ചിന്തിക്കും. അല്ലെങ്കിൽ ചുറ്റുള്ളവർ പറയും, നിനക്കൊരു ഡോക്ടറെയും കാണിച്ചുകൂടെ, നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോകുന്നത്, എന്തിനാ പുള്ളിയുടെ പുറകെ പോകുന്നത് എന്ന് ചോദിച്ചു കളയും. വിവാഹ ജീവിതത്തിൽ സംഘർഷം അനുഭവിക്കുന്ന ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ധ്യാന കേന്ദ്രത്തിൽ പോകുന്നത് പ്ലാൻ ചെയ്യുമ്പോൾ ഉടനെ അടുത്തയാൾ ഉപദേശിച്ച് കളയും, നിങ്ങൾ പോയി വല്ല സൈക്കോളജിസ്റ്റുകളെ കാണുക, എന്തിനാ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഇതാണ് ഈ ശൈലി. ഈശോയിലേക്ക് അടുപ്പിക്കാതെ തടസ്സപ്പെടുത്തുന്ന ഒരുപാട് ശക്തികൾ ചുറ്റോട് ചുറ്റും ഉണ്ടാകുന്നത് നിങ്ങൾ അനുഭവിക്കും. മനുഷ്യർ നിങ്ങളെ തളർത്തും. ചിലപ്പോൾ പ്രിയപ്പെട്ടവർ പോലും, ജീവിത പങ്കാളി, കൂടപ്പറപ്പുകൾ, മാതാപിതാക്കൾ, മക്കൾ പോലും ചിലപ്പോൾ നമ്മളെ തളർത്തിക്കളയും. എന്തിനാ? മോശം കാര്യങ്ങൾ ചെയ്തതിൻ്റെ പേരിലല്ല, നല്ലത് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ പേരിൽ, ഈശോയിലേക്ക് കുറെ കൂടെ അടുക്കാൻ തുടങ്ങിയതിൻ്റെ പേരിൽ നമ്മളെ തടസ്സപ്പെടുത്തുന്ന, തളർത്തുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടായിപ്പോകും. അത്ര അനുഭവങ്ങൾ ഈ അന്ധയാചകന് ഉണ്ടാകുന്നു. അപ്പം നമ്മൾ ദൈവത്തോട് ചോദിച്ചു, ദൈവം എന്തുകൊണ്ടാണ്? ഞാൻ ഒരു തെറ്റും ചെയ്യാനല്ലോ ആലോചിച്ചത്, നിന്നിലേക്ക്, ഈശോയെ നിന്നിലേക്ക് കുറെ കൂടെ അടുക്കാനല്ലേ ആഗ്രഹിച്ചുള്ളൂ. പിന്നെ എന്തിനാ ഈ തടസ്സം? നീ അനുവദിച്ചിരിക്കുകയാണോ ഈ തടസ്സങ്ങൾ? എന്തിനാ ഇവരെന്നെ എതിർക്കുന്നത്? എന്തിനാ ഇവരെന്നെ ഇങ്ങനെ തളർത്തിക്കളയുന്നത്? എന്തിനാ? ഉത്തരവുണ്ട്. ദൈവസന്നിധിയിൽ ഉത്തരവുണ്ട് അതിന്. ഒന്നാമത്തത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ മൂർച്ച കൂട്ടാൻ. ഇത് മനസ്സിലാക്കണേ. അത്തരം സംഘർഷങ്ങളിലൂടെ കടന്നു പോയത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത്രയും തീക്ഷ്ണതയുള്ള ഒരു വിശ്വാസിയായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും തീക്ഷ്ണതയോടെ എനിക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. അപ്പോൾ അന്ന് ആ സംഘർഷങ്ങൾ ദൈവം നിനക്കായി അനുവദിച്ചത് നിന്റെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നീ ഒരു സാധാരണ വിശ്വാസി, വില കൊടുക്കാതെ നേടിയ ഒരു വിശ്വാസമായി പോയി. ഇതങ്ങനല്ല. നീ വില കൊടുത്തു, നീ പോരാടി, നീ അതിനെ അതിജീവിച്ച് നേടിയ കരുത്താണിത്. അതുകൊണ്ട് നിന്റെ വിശ്വാസത്തിൻ്റെ കരുത്ത് കൂട്ടാൻ, മൂർച്ച കൂട്ടാൻ ചില തടസ്സങ്ങളെ, സംഘർഷങ്ങളെ ദൈവം അനുവദിച്ചതാണെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലാകും. അത് കഴിഞ്ഞവർക്ക്, ഇപ്പോഴും ആ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഓർക്കുക, ദൈവം തരുന്ന അവസരമാണ്. നിന്റെ വിശ്വാസത്തിൻ്റെ മാറ്റുകൂട്ടാൻ ദൈവം തരുന്ന അവസരങ്ങളാണെന്ന് ഉറപ്പിക്കുക. രണ്ടാമത്തത്, ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും എൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് വ്യക്തത കിട്ടുന്നത്. എന്തിനാ ഞാൻ ഈശ്വര അടുത്തേക്ക് പോകുന്നത്? ഞാൻ പിന്നെ ഇരുന്ന് ചോദിക്കും, പോകേണ്ട കാര്യമുണ്ടോ? ശരിക്കും എൻ്റെ ആവശ്യം എന്താ? എന്തിനാ പോകുന്നത്? അപ്പോൾ എൻ്റെ ആവശ്യത്തെക്കുറിച്ച് എനിക്ക് കുറച്ചുകൂടെ വ്യക്തത കിട്ടുകയാണ്. അതിങ്ങനെ തെളിമയോടെ വീണ്ടും വീണ്ടും തെളിഞ്ഞു വരും ആ നേരത്ത് ഈ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ. മൂന്നാമതെന്നറിയാമോ? നമ്മുടെ ഈ സംഘർഷ സമയത്തും നമ്മളിങ്ങനെ നേരെ നിൽക്കുന്നത് കൊണ്ട് ഉള്ള മെച്ചം, ചുറ്റുപാടുമുള്ളവരുടെ വിശ്വാസം കൂടും. ചുറ്റുപാടുള്ളവർ വിചാരിക്കുകയാണ്, ദൈവം ഇത്രയും സംഘർഷം ഉണ്ടായിട്ടും അവനൊരു കുലുക്കമില്ലല്ലോ. ഇപ്പോൾ ജെറീക്കോയിൽ അന്ധയാചകൻ, അവൻ എഴുന്നേറ്റു, അല്ലെങ്കിൽ അവൻ ദൈവത്തെ വിളിക്കുമ്പോൾ, ഈശോയെ വിളിക്കുമ്പോൾ എല്ലാവരും തടസ്സപ്പെടുത്തിയിട്ടും അവൻ അണുവിടെ ചലിക്കില്ല. അവൻ അവിടെ നിന്ന് വീണ്ടും വിളിക്കുകയാണ്, ദാവീദിന്റെ പുത്രാ എന്നിൽ കനിയണമേ. അപ്പോൾ ബാക്കിയുള്ളവർ ഞെട്ടാൻ തുടങ്ങും. ദൈവമേ, എന്തൊരു വിശ്വാസം വേണ്ടത്. നമുക്കും അങ്ങനെ നമ്മുടെ ചുറ്റുപാടും പറ്റും, സാക്ഷ്യം നൽകാൻ പറ്റും. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഇന്ന കാര്യം സാധിച്ചു തരണമേ, ഈ അനുഗ്രഹം തരണമേ, എന്നെ കുറെ കൂടെ നീ വിശുദ്ധിയിൽ വളർത്തണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകാതെ വീണ്ടും നിന്ന് അതേ പ്രാർത്ഥന ഒരു മടിയും കൂടാതെ നമ്മൾ ആവർത്തിക്കുമ്പോൾ ചുറ്റുപാടുകൾ ചിന്തിച്ചു തുടങ്ങും, ദൈവമേ എന്തൊരു തീക്ഷ്ണതയാണിത്, എന്തൊരു വിശ്വാസമുണ്ടത്. സാക്ഷ്യമാണ് ഈ കാലത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാക്ഷ്യമാണത്. തളരാതെ വിശ്വാസത്തിൻ്റെ വഴിയിൽ ചലിക്കുക, മുന്നോട്ട് ഓരോ ചുവടും വയ്ക്കുക എന്നുള്ളത്. അത് സ്ഥിരതയാണത് കേട്ടോ. അതാണ് പ്രാർത്ഥനയിൽ സ്ഥിരത പാലിക്കുക എന്നുള്ളതാണ് നാലാമത്തെ പടി. ഇനിയുമുണ്ട് 3 പടിയും കൂടെ, വേഗം പറഞ്ഞു പോവുകയാണ്. അടുത്ത പടി, 5ാമത്തെ പടി പ്രതീക്ഷയുടെ ഘട്ടമാണ്. അതായത് ഈശോ നിന്നു എന്ന് പറഞ്ഞ് അവനെ ഇങ്ങോട്ട് വിളിക്കുക. അതായത് പ്രിയമുള്ളവരെ,
പ്രാർത്ഥനയുടെ അങ്ങേ തലയ്ക്കൽ അത്തരമൊരു ദൈവിക ഇടപെടൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അല്പം വൈകുന്നുണ്ട്, കാലതാമസമുണ്ട്, അറിയാം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയാം കാലതാമസം ഉണ്ടാകുന്നുണ്ട്, ഉത്തരം കിട്ടുന്നില്ല. വിഷമിക്കാതെ ഈശോ നിൽക്കൂ. ഈശോ ഇവിടെ നിന്നു. ഈശോ നിന്നിട്ട് അവനെ വിളിക്കാൻ പറയുകയാണ്. അവനെ വിളിക്കേ. അത്തരമൊരു ദൈവിക ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രത്യാശ കൈവിടരുത്. പ്രത്യാശയാണ്, ദൈവിക ഇടപെടലിനായുള്ള പ്രത്യാശയാണ് അടുത്ത പടി. അടുത്തത് 6ാമത്തെ പടി. ഈശോ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എന്തു വേണം കുഞ്ഞെ, എന്തു വേണം നിനക്ക്? ദൈവം അങ്ങനെ നമ്മുടെ കൺമുമ്പിൽ വന്ന് ചോദിക്കുന്ന സമയങ്ങളുണ്ടാകും. എന്തു വേണം മോനെ നിനക്ക്? എന്താ നിൻ്റെ ആവശ്യം? പറ, എന്താ നിൻ്റെ ആവശ്യം? ആ നേരത്ത് ഈ അന്ധയാചകന് വ്യക്തതയോടെ പറയാൻ പറ്റുകയാണ്. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവൻ പറയാണ്, റബോനി റബോനി, എൻ്റെ ഗുരുവേ. ആദ്യമേ വെറുതെ നസ്രായന ഈശോയെ എന്ന് വിളിച്ചവൻ ഇപ്പോൾ ദേ ഈ വളർച്ചയുടെ ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പറയുന്നത് റബോനി, എൻ്റെ ഗുരുവേ. എന്താ അത്? സ്നേഹം കൂടി, അടുപ്പം കൂടി. ഈ ഓരോ സ്റ്റെപ്പും കയറുന്നതനുസരിച്ച്, ഈ തടസ്സങ്ങളെ അതിജീവിച്ചു വരുന്നതനുസരിച്ച് ഈശോയോടുള്ള അഫെക്ഷൻ കൂടുകയാണ്, സ്നേഹബന്ധം കൂടുകയാണ്. റബോനി, എൻ്റെ ഗുരുവേ. അപ്പം കാര്യം പറയുകയാണ്, എനിക്ക് കാഴ്ച വേണം. കൃത്യതയും വ്യക്തതയുമുണ്ട് ആവശ്യത്തിന്. എനിക്ക് കാഴ്ച വേണം. പ്രാർത്ഥന ഇങ്ങനെ തെളിമയിൽ വന്നിരിക്കുകയാണ്, ക്ലാരിറ്റിയോട് അവതരിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ചിലപ്പോൾ സംഭവിക്കുന്ന അപകടമുണ്ടല്ലോ, നമ്മൾ ചിലപ്പോൾ 2-3 മണിക്കൂറും ഒക്കെ ചിലപ്പോൾ പ്രാർത്ഥിക്കും. കുർബാന ഇങ്ങനെ 2 മണിക്കൂറൊക്കെ കുർബാനയൊക്കെ ചൊല്ലും. പക്ഷെ നമ്മൾ ചോദിക്കുകയാണ്, എന്താ പ്രാർത്ഥിച്ചേ? എന്താ നീ ഇന്ന് പ്രാർത്ഥിച്ചേ? ഇന്നത്തെ കുർബാനയിൽ എന്താ പ്രാർത്ഥിച്ചേ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. പ്രാർത്ഥനയിൽ വ്യക്തതയില്ല. പ്രാർത്ഥനയിൽ ഇതിന് കണ്ടോ, വ്യക്തതയുണ്ട്. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം, എനിക്ക് കാഴ്ച കിട്ടണം. ഇതാണ് 6ാമത്തെ പടി, പ്രാർത്ഥനയിലെ വ്യക്തത. 7ാമത്തെ പടി ശിഷ്യത്വമാണ്. അതായത് ഈശോ പറയുകയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്തോ വിശ്വാസം? ഇവിടെ ഈ അന്ധയാചകന്റെ വിശ്വാസം എന്താ? വിശ്വാസം എന്ന് പറയുന്നത് ഇവൻ കടന്നു വന്ന വഴിയാണ്, ഇവൻ്റെ ഈ യാത്രയാണ് അവൻ്റെ വിശ്വാസം. 1ാമത്തെ പടി തൊട്ട് ഈ 6ാമത്തെ പടി വരെ അവൻ നടത്തിയ യാത്രയുടെ പേരാണ് എന്ത്? വിശ്വാസം. കുഞ്ഞെ, ആ യാത്രയാണിടാ രക്ഷിച്ചത്. യാത്ര നിന്നെ സൗഖ്യപ്പെടുത്തി. ഈശോയിലേക്കുള്ള നമ്മുടെ യാത്രയുണ്ടല്ലോ, ഈ സ്ട്രഗിൾസ്, ഈ സംഘർഷങ്ങൾ, അത് നമ്മളെ സുഖപ്പെടുത്തും. അത് നിന്നെ സുഖപ്പെടുത്തി. എന്നിട്ട് ഈശോ പറയുകയാണ്, നീ പൊക്കോ, നീ തിരിച്ച് നിൻ്റെ വീട്ടിലേക്ക് പൊക്കോ എന്ന് പറയുമ്പോൾ ഇവനെന്താ ചെയ്യുന്നത്? ഇവന് പോകാൻ പറ്റില്ല. അനുഗ്രഹങ്ങൾ കിട്ടിയവർക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഗുരുവിനെ വിട്ടുപോകാൻ പറ്റില്ല. ഈശോ പൊക്കോളാൻ പറയുന്നത് പോകാൻ വിചാരിച്ചല്ല, അവനെ ഗെറ്റ് ഔട്ട് അടിക്കുകയായിരുന്നില്ല. മറിച്ച് എന്താ? നിൻ്റെ സ്വാതന്ത്ര്യം, നിനക്ക് പോണോ, പൊക്കോ. അനുഗ്രഹം കിട്ടിയ എത്രയോ പേര് അനുഗ്രഹം തന്നവനെ മറന്നിട്ട് പിന്നെ സ്വന്തം വഴിക്ക് പോയിരിക്കുന്നു. ഈശോ അനുവദിച്ചിരിക്കുകയാണ്, പൊക്കോ. പക്ഷേ അതിനെയും അതിജീവിക്കുന്നൊരു തീക്ഷ്ണത, അതായത് എനിക്ക് പോകണ്ട, എനിക്കിനി എങ്ങോട്ടും പോകണ്ട, ദേ എൻ്റെ അനുഗ്രഹദായകൻ്റെ കൂടെ നടന്നാൽ മതിയെന്ന് തീരുമാനിക്കുന്നതിൻ്റെ പേരാണ് ശിഷ്യത്വം. അങ്ങനെ തീരുമാനിക്കുന്നതിൻ്റെ പേരാണ് ശിഷ്യത്വം. 7ാമത്തെ പടി ശിഷ്യത്വമാണ്. അനുഗ്രഹം തന്നവൻ്റെ കൂടെ നടക്കുവാൻ അനുഗ്രഹം കിട്ടിയവർ തീരുമാനിക്കുന്നതിൻ്റെ പേരാണ് ശിഷ്യത്വം. പ്രിയമുള്ളവരെ, ഈ 7 പടികളിലൂടെ നമുക്ക് ഇനിയും ധ്യാനിക്കണം, ഇനിയും ചിന്തിക്കണം. നിങ്ങൾക്കത് വിട്ടുതരികയാണ്. കുറച്ചു നേരം നിങ്ങൾ സ്വസ്ഥമായിട്ടിരുന്ന് ഈ 7 പടികളെ ധ്യാനിക്കണേ. എന്തൊക്കെയാണ് ഈ ജെറിക്കോയിലെ അന്ധയാചകൻ കടന്നുപോയ, അവൻ കയറിയ 7 പടികൾ? 1ാമത്, ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് അവനെ തന്നെ മാറ്റി നിർത്തി. 2ാമത്, അവൻ കേൾവിയിൽ വിശ്വസിച്ചു. 3ാമത്, കേൾവിയെ പ്രാർത്ഥനയാക്കി. 4ാമത്, സ്ഥിരതയോടെ തടസ്സങ്ങളെ അതിനെക്കുറിച്ച് ഭയപ്പെടാതെ സ്ഥിരതയോടെ പ്രാർത്ഥിച്ചു. 5, പ്രത്യാശയിൽ നിലനിന്നു അവൻ. 6, വ്യക്തതയിൽ പ്രാർത്ഥിച്ചു. 7, ശിഷ്യത്വം സ്വന്തമാക്കി. അനുഗ്രഹം കിട്ടിയവൻ തന്നവൻ്റെ കൂടെ നടക്കുന്ന പേരാണ് ശിഷ്യത്വം. നമുക്കും ആ ശിഷ്യത്വത്തിൽ പങ്കുചേരാൻ കഴിയട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.